ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ ലഞ്ച് മെനു ആണ് കേട്ടോ. 3 ഐറ്റംസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, പിന്നെ നമ്മളുടെ ഒരു മുളക് വറുത്ത പുളി. ഇതൊരു പാലക്കാടൻ സ്റ്റൈലിലുള്ള മുളക് വറുത്ത പുളിയാണ്. ഇതൊരു സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. പിന്നെ തട്ടുകട സ്റ്റൈൽ എഗ് ഓംലെറ്റ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട 2 മുളക് വറുത്തതും. ഇതാണ് ഇന്ന് നമ്മളെ സിമ്പിൾ ലഞ്ച് മെനു. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്കപ്പോൾ നമ്മുടെ സിമ്പിൾ ലഞ്ച് മെനു ചെയ്യാൻ തുടങ്ങാം. ഇന്ന് 3 ഐറ്റംസാണ് കേട്ടോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ മുളക് വറുത്ത പുളി. ഇത് പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു നെല്ലിക്കയല്ല ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള കോൽപ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനി വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഏകദേശം ഒരു 2-2.5 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഈ വറ്റൽ മുളകാണ്. എരിവിന് വേണ്ടി ഈ മുളക് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇതൊരു 10 എണ്ണം ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഒരു 15 ചെറിയ ഉള്ളി, അത് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടുക് വറുക്കാനുള്ള ഐറ്റംസൊക്കെയാണ്. അത് ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണിക്കാം. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതൊരു സ്പെഷ്യൽ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ്. അധികം ഐറ്റംസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിതൊരു 5 പൊട്ടറ്റോ ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് നിറം മാറാതിരിക്കാൻ. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം ടൈപ്പ് 2 സവോള, ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ മുളക് പൊടിയും വേണം. അത് എത്രയാണെന്ന് ഞാനതൊന്ന് ചതച്ചെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തട്ടുകട സ്റ്റൈലായിട്ട് ഒരു എഗ് ഓംലെറ്റ് ആണ് കേട്ടോ. അതിനുള്ള ഐറ്റംസാണ് ഇത്രയും പോകുന്ന ചെറിയൊരു സവോളയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 4-5 വേപ്പില, പിന്നെ 2 മുട്ട, കോഴിമുട്ട. അപ്പോൾ നമുക്കിനി ചെയ്യാൻ തുടങ്ങാം. ഞാനപ്പോൾ പൊട്ടറ്റോ ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. നമുക്ക് ഒരു പകുതി വേവ് പോലും ഇതാവരുത്. ആ ഒരു കടിക്കുന്ന പാകം ഉണ്ടല്ലോ, ഞാനത് ആകുന്ന സമയത്ത് എടുത്ത് കാണിച്ചു തരാം. ആ ഒരു പാകത്തിൽ നമ്മളിത് ഇറക്കണം കേട്ടോ. അത് ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഒരു മീഡിയം ടൈപ്പ് 2 സവോളയും ഒരു 5 ചെറിയ ഉള്ളിയും വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചതയ്ക്കാൻ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ടതാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാം, നമുക്ക് അരയ്ക്കണ്ട. അപ്പം ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കട്ടെ കേട്ടോ. നമ്മളെ പൊട്ടറ്റോ ഇപ്പോൾ ഇവിടെ ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ, തിളയ്ക്കുന്നു. ഈ സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വരണം കേട്ടോ. ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നിന്നിട്ട് ഈ ഒരു പാകത്തിൽ നമുക്കിതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയാം. ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ സവോളയും അതുപോലെ ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും കൂടിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റാം. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. അതോടൊപ്പം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ എടുക്കുന്ന സമയത്ത് എപ്പോഴും 5 or 6 തന്നെ പൊട്ടറ്റോ എടുക്കണം കേട്ടോ. കാരണം അതിലും കുറവായാൽ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ച് പൊട്ടറ്റോ കൂടുതൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കണം. ഇപ്പോൾ 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് മൂടി ഓപ്പൺ ചെയ്യാണ്. ഇപ്പം നമ്മൾ പൊട്ടറ്റോ ഒക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഇങ്ങനെ ഒന്ന് വഴറ്റി നല്ല ഇതിനോട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണം. നല്ലൊരു ബ്ലാക്കിഷ് കളറിലേക്ക് ഈ മസാല വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊട്ടറ്റോയുടെ ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ 1-1.5 ഒഴിക്കുക കേട്ടോ. ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് അത് നന്നായിട്ട് മൂത്ത് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണയിൽ ഇത് നന്നായിട്ട് മൂത്ത് വരും. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല ഇപ്പോൾ ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് മൂത്ത് ഇവിടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വേപ്പിലിട്ട് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മസാലയാണ്. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കണേ. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി ചെയ്യാൻ തുടങ്ങാം. നമ്മളപ്പം ഇനി അടുത്ത് ചെയ്യുന്നത് മുളക് വറുത്ത പുളിയാണ് കേട്ടോ. ഇതൊരു പാലക്കാടൻ സ്പെഷ്യലാണിത്. ഇതിലേക്ക് ഇപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സോസ് പാൻ ചെറുത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവിട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഉലുവയും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ എടുത്ത് വെച്ച വറ്റൽമുളക് ഇതൊരു 8 എണ്ണം ഉണ്ട് കേട്ടോ. ഈ 8 മുളക് ഇങ്ങനെ ഞാൻ നടു പിളർന്നിട്ടിട്ടുള്ളതാണ്. ഈ മുളക് മാത്രമേ നമ്മളിതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവ് വേണമെങ്കിൽ നിങ്ങളുടെ അളവിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്താം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരല്പം അരിമണി ഒരു ടീസ്പൂൺ തന്നെ കേട്ടോ. നമ്മൾ ചോറാക്കി വെക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരിമണിയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് ഇതിൽ കിടന്ന് പൊട്ടി വരട്ടെ. നമ്മൾ ആ അരിമണിയും ഇതിൽ കിടന്ന് നന്നായി മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പില ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ഒരു 15ഓളം ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ഒരു നെല്ലിക്കല്ല ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനൊരു 10-15 ചെറിയ ഉള്ളി വേണ്ടി വരും. അപ്പോൾ അത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഉള്ളി ഇവിടെ ജസ്റ്റ് ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇത് ഒരുപാട് മൂത്ത് വരണ്ട. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിക്കാം. ഇവിടെ നമ്മളെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ വെക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ പൊളിയും ഈ മധുരവും കൂടി കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. അത് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര നീര് കൂട്ടിയും കുറച്ചും ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ അത് മതിയോ എന്നുള്ളത്. ഞാൻ അതിൻ്റെ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് മധുരമൊക്കെ ഉള്ള ടേസ്റ്റാണ് ഇഷ്ടം. അത് കാരണം ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ശർക്കര നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അതിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇത് പിന്നെ ഒരു വെള്ളം പോലെയുള്ളൊരു കറി, നമ്മൾ രസമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ടേസ്റ്റ് ആ ഒരു രൂപത്തിലാണ് ഈ കറി ഉള്ളത്.
അപ്പോൾ അങ്ങനെ കുറുകിയ ഒരു പരുവത്തിന് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ടത് കുറച്ച് മീഡിയം ഇതിൽ തീ വയ്ക്കുക, എന്നിട്ട് ഇത് മൂടി വെച്ച് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കട്ടെ. അപ്പോൾ അത് കുറച്ചൊന്ന് കുറുകി വരും, പക്ഷേ ഒരുപാട് അങ്ങനത്തെ ഒരു കുറുക്കം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇതിങ്ങനെ തന്നെയാണ് ഈ കറി ഉണ്ടാവുക. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കറിയൊക്കെ നന്നായി തിളച്ച് എല്ലാതും തമ്മിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ജോയിൻ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഇതൊരു രസത്തിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ഇത് ഇരിക്കുക കേട്ടോ. അതൊക്കെ ഉണ്ടോ വെള്ളം പോലെ ഇരിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങാം. തട്ടുകട സ്റ്റൈൽ ഓംലേറ്റ്. ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട ഇതിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സവോള എടുത്ത് വെച്ച്, അത് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ. അത് ഇത്രയും ബാക്കിയുണ്ട്. കാരണം ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സവോള ഇടാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആ സവോളയുടെ 1/4 ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ പച്ചമുളക്, കുറച്ച് വേപ്പില. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പച്ചവെള്ളമാണ് കേട്ടോ. ഇനി ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഫുൾ പരന്നിരിക്കുന്ന വലിയ പാൻ ഉണ്ടല്ലോ, അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് വെക്കുകയായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ശരിക്കും തട്ടുകടയിലൊക്കെ ചെയ്യുന്ന അതേ ഇതിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഇത്രയും വട്ടത്തിലേ കിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ അടിച്ച് വെച്ച ഈ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വരും. ഈ സമയത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. ഈ രീതിയിലാണ് തട്ടുകടക്കാർ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന പാനായതുകൊണ്ട്, നിങ്ങളിങ്ങനെ പരന്നിരിക്കുന്ന പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള തട്ടുകട സ്റ്റൈൽ എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒന്നും കൂടി തിരിച്ചിട്ട് നോക്കാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സിമ്പിൾ ലഞ്ച് മെനുവിൻ്റെ 3 ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തട്ടുകട സ്റ്റൈൽ എഗ് ഓംലേറ്റ്, അതുപോലെ സ്പെഷ്യൽ പൊട്ടറ്റോ മസാല, പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മുളക് വറുത്ത പുളി, പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളി. ഇത് 3ഉം കൂടി സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.